ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്നലെ നിർത്തിയെടുത്തുനിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ആ ബീച്ചിൽ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഗുസ്റ്റാവോ എവിടെയാണ് എണീക്കുന്നത്. എക്സ്പെഡിഷൻ സ്റ്റാറ്റസ്. യു ക്യാൻ ബ്രീഫ്ലി ചെക്ക് യുവർ എക്സ്പെഡിഷൻ. ക്രോമ എലിക്സസ് ബേസിക്കലി നമ്മുടെ ഹെൽത്ത് പോർഷൻ പോലെയാണ്. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് വീണ്ടും ഫുള്ളാവും എല്ലാ പാർട്ടി മെമ്പേഴ്സിൻ്റെയും. സ്റ്റാർട്ടിങ് എനിമീസ് അത്ര വലിയ പ്രശ്നമില്ല. എക്സ്പ്ലോറേഷൻ എപ്പോഴും ഒരു ഗുഡ് ഐഡിയ ആണ്. അവിടെ ഇവിടെയും കുറേ പിക്ടോസും അങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ബേസിക്കലി ഒരു സ്ലോ സ്റ്റാർട്ടാണ്. ഈ നിങ്ങൾ മറ്റേ ഡ്രാഗൺ ഏജ് അങ്ങനത്തെ ഗെയിംസ് കളിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ടൈപ്പ് ഗെയിംസ് കുറച്ചും കൂടി ഇഷ്ടപ്പെടും. ഫുൾ ഡെഡ് സോൾജേഴ്സ്, ഓൾ എക്സ്പെഡിഷൻ സോൾജേഴ്സ്. ഏത് എക്സ്പെഡിഷനാന്ന് മനസ്സിലാവുന്നില്ല.
എല്ലാം മുന്നത്തെ എക്സ്പെഡിഷൻ്റെ ആൾക്കാരാണ്. 33 ഇയാളുടെ ആൾക്കാർ തന്നെയാണ്, ഇവരുടെ എക്സ്പെഡിഷൻ തന്നെയാണ്. മരം ഫുൾ ഓഫ് ഡെഡ് ബോഡീസ്. ബ്ലഡ് എന്തോ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ സംസാരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സൈഡിൽ കിടക്കുന്നത്. You do that, we both die. Hey. Fucking hell. Wake up, Gustave. Lune. The others. I know. We're the only ones left. You don't get to die. It's just a matter of time before we're already dead. Look around, look. This is not a foregone conclusion. When one falls, we continue. Get up. We need to find a safer place. There are Nevrons around. Lucian. This is not the place. The Lumina converter seems intact. It's about time we test it in real conditions. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, ഈ ലൂമിന കൺവേർട്ടർ. ലൂണ ഒരു മേജ് ടൈപ്പ് ക്യാരക്ടറാണ്. ലൂണയുടെ ബേസിക്കലി ഒരു മേജ് ആണ്. 4 എലമെന്റ്സ് ഉണ്ട്. നമ്മൾ ഓരോ പവർ യൂസ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റെയിൻ റൈറ്റ് സൈഡിൽ വരും. മോർ സ്റ്റെയിൻസ് മോർ പവർ. അതാണ് ബേസിക്കലി ഈ ക്യാരക്ടറിൻ്റെ. നമ്മളിപ്പോൾ ഇമലേഷൻ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഒരു ഐസ്റ്റെയിൻ അത് കൺസ്യൂം ചെയ്യും എക്സ്ട്രാ ഡാമേജിനായിട്ട്. ഒന്നും ഇല്ലാതെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് ഡാമേജ് കുറവായിരിക്കും. സ്റ്റെയിൻസ് ഉണ്ടായിട്ട് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് കൂടും.
ഇതിൽ മോസ്റ്റ് എനിമീസ് ഫയറാണ് കുറച്ചും കൂടി വീക്ക്നെസ് തോന്നിയിട്ടുള്ളത്. We did it, Gustav. Let's see if your invention lives up to its reputation, shall we? It really works. We're not dead yet. Yeah. Come on. There might be other survivors at the indigo tree. സോ ഇതാണ് ബേസിക്കലി പിക്ടോസ് എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടറിന് 3 എണ്ണം എക്യൂപ്പ് ചെയ്യാം. അത് എക്യൂപ്പ് ചെയ്തിട്ട് 4 പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാസീവ് എഫക്റ്റ് ബാക്കി ക്യാരക്ടേഴ്സിന് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഗുസ്റ്റാവോ ഒരു പിക്ടോസ് എക്യൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാസീവ് മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൂണയിലോ അല്ലെങ്കിൽ അതർ ക്യാരക്ടേഴ്സിന് നമുക്ക് എക്യൂപ്പ് ചെയ്യാം. ഇതിൻ്റെ പാസീവ് എന്താ? ഗെയിൻ 1 AP ഓൺ പെർഫെക്റ്റ് ഡോഡ്ജ് 1 പെർ ടേൺ. അതാണ് ഈ പാസീവ്. വൺസ് ഇത് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ കുറച്ച് ഗ്ലോ ആയിട്ട് കാണും. മീൻസ് നോക്കാം. ഈ സ്റ്റേജിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ലൂണേനെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചുകൂടി രസമാണ്. പുള്ളിക്കാരി പറന്നാണ് നടക്കുക. മറ്റേ പുള്ളിക്കാരനെ പോലെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം പവർഫുൾ മേജ് ആട്ടോ ലൂണ സ്റ്റാർട്ടിങ്ങിൽ. ഈ ഗുസ്റ്റാവോ ബേസിക്കലി ഡാമേജ് ഒക്കെ വളരെ കുറവാണ്. നമ്മൾ മോസ്റ്റ്ലി ഡാമേജ് ഡീലർ ലൂണയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. വെള്ളത്തിൽ നീന്താൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു ഉറപ്പില്ല. പറ്റില്ല. ഇതാണ് എക്സ്പെഡീഷൻ ഫ്ലാഗ്സ്. ഇവിടെ നമ്മൾ ബേസിക്കലി ചെക്ക് പോയിന്റ്സ് പോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. നമ്മുടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് ഫുള്ളി ഹീലാവും. ക്രോം എലിക്സസ് തിരിച്ചു കിട്ടും. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം എല്ലാം. ഈ ഫ്ലാഗ്സിൻ്റെയും ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പറ്റുള്ളൂ. നമുക്ക് ആകെ 3 പോയിന്റ്സ് ഉണ്ട്. ഒബ്വിയസ്ലി വൈറ്റാലിറ്റി. പോയിന്റ്സ് ഉള്ള ഏതൊക്കെയാണ്? വൈറ്റാലിറ്റി ബേസിക്കലി മീൻസ് ഹെൽത്ത്. മൈറ്റ് മീൻസ് നമ്മുടെ അറ്റാക്ക് പവർ, സ്പീഡ്, ഡിഫെൻസ്, ലക്ക് മീൻസ് ക്രിട്ടിക്കൽ റേറ്റ് നമ്മുടെ ബേസിക്കലി കൂടും. ഹൈ ഡാമേജ് ഉള്ള ആൾക്കാർക്ക് ലക്കും മൈറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യാണ് നല്ലത്. ഈ ഡിയും സിയും സ്കെയിലിംഗ് കാണിക്കുന്നത് ഇപ്പോൾ എക്യൂപ്പ് ചെയ്ത വെപ്പണിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ നമ്മൾ വേറെ വെപ്പൺ എക്യൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്കെയിലിംഗ് മാറിക്കൊണ്ടിരിക്കും. സോ ആ സ്കെയിലിംഗ് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ അപ്ഗ്രേഡ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കുറച്ചും കൂടി പ്രോഗ്രസ് ചെയ്യുമ്പോൾ ബെറ്റർ വെപ്പൺസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ സ്കെയിലിംഗ് ചേഞ്ച് ആവും. ഇപ്പം തൽക്കാലം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ലൂണയ്ക്ക് ഞാൻ ഡിഫെൻസ് ആണ് കൊടുക്കാൻ പോകുന്നത്. സ്കിൽസ് ഉണ്ട്. മാർക്കിംഗ് ഷോട്ട് പവർഫുൾ.
കിട്ടിയിട്ടില്ല. സ്കിൽസ് കിട്ടിയിട്ടില്ല. ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. നമ്മൾ പോയിട്ട് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേൺ ആയിരിക്കും. നേരെ മറിച്ച് അവരാണ് അറ്റാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേൺ അവർക്ക് പോകും. Ice. Shatter. I'm ready. മിസ്സായി. A storm is coming. നമുക്കിപ്പോൾ ആകെ ഒറ്റ എ പി പോയിന്റ് ഉള്ളൂ. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്കിൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൾവേസ് ഗുഡ് ഐഡിയ ടു ഞാൻ ആ അറ്റാക്ക് പെയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു എ പി പോയിന്റ് കൂടി കിട്ടിയായിരുന്നു. വീണ്ടും മിസ്. നമുക്ക് ഗുസ്റ്റാന് ഒരു പുതിയ വെപ്പൺ കിട്ടി. വെപ്പണും കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിൽ മാറ്റാം കേട്ടോ. Nice. അടുത്ത പിക്ടോസ് കിട്ടി. 25% increase critical chance on burning enemies. This is more critical. Advantages to Luna. ഇതിൻ്റെ ആക്റ്റീവ് എഫക്ട്സ് കണ്ട സ്പീഡ് 8%, ക്രിട്ടിക്കൽ റേറ്റ് 6%. പാസീവ് ആണ് 25% ഇൻക്രീസ് ക്രിട്ടിക്കൽ ചാൻസ്. പാരി ടൈമിങ് എൻ്റെ ചില എനിമീസിൻ്റെ അടുത്ത് വളരെ സുഖമാണ്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഡോജർ നമ്മൾ 2 പ്രാവശ്യം ഈ പിക്ടോസ് എക്യൂപ്പ് ചെയ്തിട്ട് 2 മാച്ച് നമ്മൾ ജയിച്ചു. ഡോജറിന് അവിടെ 2 ലൈൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 2 ലൈൻസും കൂടിയും 2 മാച്ച് കൂടിയും ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ലൂമിന ആക്റ്റീവ് ആവും. നമുക്ക് ബാക്കി ക്യാരക്ടേഴ്സിനും കൂടിയും ഇത് യൂസ് ചെയ്യാം. ക്രിട്ടിക്കൽ ബേൺ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒറ്റ കളി ജയിച്ചുള്ളൂ. അതാണ് ഒരു ലൈൻ മാത്രം ആക്റ്റീവായി കാണുന്നത്. 3 കളിയും കൂടിയും ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതും യൂസ് ചെയ്യാം. അതാണ് ബേസിക്കലി പിക്ടോസ് വരുന്നത് ഈ കളിയിൽ. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒന്നുമില്ല. യെസ്, ഇവിടെ എന്തുണ്ട്? ക്രോമ ബേസിക്കലി ക്യാഷ് പോലെയാണ്. അതുകൊണ്ട് ബേസിക്കലി എനിക്ക് എന്താ ചെയ്യേണ്ടത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ. മർച്ചൻസിൻ്റെ നമുക്ക് കുറേ ഐറ്റംസ് വാങ്ങിക്കാം. അതല്ലാതെ അത് സേവ് ചെയ്ത് വെച്ചിട്ട് ദിസ് ഈസ് പ്രോഗ്രഷൻ. The indigo tree is not too far from here. If anyone else made it, they'll regroup there. Yeah.
Here we are, huh? Yeah. The continent. ഓക്കെ The സോ indigo ഇവിടേക്ക് trees ഒരു over വഴിയുണ്ട്. there. ഇവിടെ എന്തോ നോക്കാം. Well, that will help. We can use that. കുറച്ചും കൂടിയും ക്രോമ നമുക്ക് കിട്ടി. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇവിടെ ഒന്നുമില്ല. ലാൻഡ്സ്കേപ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ. ആ കാണുന്ന 33 അവിടുത്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. Okay, so I'm gonna wrap up here.